എല്ലാവർക്കും കാറ്റക്കിസത്തിൻ്റെ 247 എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവാവിഷ്കരണം, ദൈവവും മനുഷ്യന് സ്വയം വെളിപ്പെടുത്തുന്ന ഭാഗത്തിൽ സഭയുടെ പ്രബോധന അധികാരത്തെക്കുറിച്ചാണ്. അത് വളരെ വലിയതും നീണ്ട ഒരു പഠന പരമ്പരയായി മാറി. അതിൽ 85 ഖണ്ഡികയുടെ ഉപവകുപ്പുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉപവകുപ്പുകളായി 2032 മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങി. 2038 ക്രൈസ്തവ ധാർമ്മികതയെ പഠിപ്പിക്കുകയും പ്രായോഗിക്കുകയും ചെയ്യുന്ന ജോലിയിൽ, ക്രൈസ്തവ ധാർമ്മികതയെ പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ജോലിയിൽ അജപാലകരുടെ സമർപ്പണവും ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും സകല ക്രൈസ്തവരുടെയും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും സഹായവും സഭയ്ക്ക് ആവശ്യമാണ്. അതാണ് അപ്പോൾ സഭയുടെ വിശ്വാസവും സുവിശേഷ പരിശീലനവും ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യുന്നു. അവ അവനെ പ്രബുദ്ധനാക്കുകയും ദൈവാത്മാവിനനുസൃതം ദൈവികവും മാനുഷികവുമായ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്താൻ അവനെ കഴിവുള്ളവനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണ്ഡിതന്മാരെയും ഉന്നത പദവിയിലുള്ളവരെയും പ്രബുദ്ധരാക്കാൻ വേണ്ടി ഏറ്റവും എളിയവരെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഏറ്റവും എളിയവരിലൂടെയും നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഇന്നലെ മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇന്നലെ ഞാൻ വീണ്ടും മാർപ്പാപ്പയുടെ പള്ളി പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്തതിൽ ഒന്നിതാണ്: കർത്താവ് ചില സമയത്ത് നമ്മളെ അങ്ങ് നാണം കെടുത്തി കളയും. എന്നാൽ ഈ നാണക്കേടും അതുപോലെ മറ്റൊരു വാക്കെന്താ, നമ്മളെ എളിമപ്പെടുത്തുന്നതിന് അവഹേളനവും സംഭവിക്കും. ഇത് ക്രിസ്തു ശിഷ്യന് ആവശ്യമാണ്. കാരണം ക്രിസ്തു അതുപോലെ നാണക്കേടും അവഹേളനങ്ങളും സ്വീകരിച്ചു എന്ന്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയിൽ നമ്മൾ വളരണം. എന്നാൽ അതേസമയം നമ്മൾ ജീവിക്കുന്നത് ഇനിയും വിശുദ്ധമാക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണ്, ലോകത്തിലാണ്. എന്നാൽ നമ്മുടെ വിളി വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. അപ്പോൾ എപ്പോഴും നമ്മൾക്ക് ഒരു മല്ലയുദ്ധം തന്നെയാണത്, ഒരു മല്ലയുദ്ധം. നമ്മൾ ഒരു ദിവസം വളരെ നന്നായി വ്യക്തിപരമായി പ്രാർത്ഥിച്ച് മനസാക്ഷിയെ നവീകരിക്കാനെല്ലാം പ്രാർത്ഥിച്ച് ഇനിമേലിൽ ഈ തിന്മയിൽ വീഴില്ല എന്ന് നമ്മൾ ശക്തമായി പ്രഖ്യാപിച്ചു. ഇനിമേലിൽ ഈ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഭേദം ഞാൻ മരിക്കാൻ തയ്യാറാണെന്ന് വരെയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് കുമ്പസാരവും കഴിഞ്ഞ് പശ്ചാത്തപിച്ച് വലിയ ആഹ്ലാദത്തോടെ വീട്ടിൽ വരുമ്പോൾ തന്നെ ഒരുപക്ഷെ തുടർന്ന് വീണ്ടും അന്ന് തന്നെ ആ പാപത്തിൽ വീണ്ടും വീണു പോകുന്ന അവസ്ഥകളെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. ദൈവം കരുണയാണ്. അത് മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ആരെയും വിധിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ധാർമ്മികമായ പ്രബോധനത്തിലും അതിൻ്റെ പ്രയോഗത്തിലും ക്രൈസ്തവ ധാർമ്മികതയെ പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ജോലിയിൽ അജപാലകരുടെ സമർപ്പണവും
ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും ഉണ്ടോ, സകല ക്രൈസ്തവരുടെയും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും സഹായം സഭയ്ക്ക് ആവശ്യമാണ്. അതാണ് ഇത് പറയുമ്പോൾ ഒരു വചനം ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ചാടി വരുന്നത് എബ്രായ ലേഖനം 5-ാം അധ്യായമാണ്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അടുത്ത വചനം വളരെ വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. വളരെ എളിമയോടെ നമ്മൾ ഇത് സ്വീകരിക്കണം. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട് അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെടുന്ന, നമ്മൾക്ക് വളരെ അടുത്ത് പരിചയമുള്ള വൈദികരാകാം, അജപാലകർ, ബിഷപ്പ്മാരാകാം, സഭാശ്രേഷ്ഠന്മാരാകാം, ദൈവശാസ്ത്രജ്ഞന്മാരാകാം, വചനപ്രഘോഷകരാകാം, മാതാപിതാക്കളാകാം, ഇവരെല്ലാം നമ്മൾ വളരെ ഡിമാൻഡിങ് ആണ്. അവരെല്ലാം വളരെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടവരാണ്. പക്ഷെ എന്നിരുന്നാലും ഇതാ അവരുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു രഹസ്യം ഇവിടെ പറയുകയാണ്. ജനങ്ങളിൽ നിന്നാണ് അവരെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ജനങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാന പുരോഹിതൻ ദൈവിക കാര്യങ്ങൾക്ക് നിയമിക്കപ്പെടുന്നത് പാപപരിഹാരത്തിനായി ബലികളും കാഴ്ചകളും അർപ്പിക്കാനാണ്. അവൻ തന്നെ ബലഹീനനായതുകൊണ്ട്. അപ്പോൾ അവൻ തന്നെ ബലഹീനനാണ്. അങ്ങനെ ബലഹീനതകൾ ഉള്ളവരെ ദൈവം വിളിക്കുന്നു. എന്തുകൊണ്ടാണ്? അജ്ഞരോടും വഴിതെറ്റിയവരോടും വേണ്ടത്ര സഹതാപത്തോടെ പെരുമാറാൻ അവന് കഴിയും. അവനിലുള്ള ആ ബലഹീനതയ്ക്ക് വിശുദ്ധീകരണത്തിന് വേണ്ടി തീർച്ചയായും അവൻ പ്രാർത്ഥിക്കണം. അതാണ് അടുത്ത വചനം പറയുന്നത്. ഇക്കാരണത്താൽ അവൻ ജനങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി എന്ന പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും ബലി സമർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടുകയല്ലാതെ ആരും സ്വയം ഈ ബഹുമതി ഏറ്റെടുക്കുകയല്ല. ഓരോരുത്തരും വലിയ പ്രവൃത്തികളിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത് അവർ അത്ര വിശുദ്ധരായതുകൊണ്ടൊന്നുമല്ല. അവരിൽ ബലഹീനതയും, അവർ ബലഹീനരാണ്. എന്തുകൊണ്ടാണത്? എങ്കിൽ മാത്രമേ അതുപോലെ ബലഹീനതയുള്ള മറ്റുള്ളവരോട് അവർക്ക് സഹതാപത്തോടെ പെരുമാറാൻ കഴിയും. ഈ 5-ാം അധ്യായം വായിക്കുമ്പോൾ അത് വായിച്ചിട്ടാണ് എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റത്. 4-ാം അധ്യായത്തിൻ്റെ അവസാനം കണ്ടോ, 4-ാം അധ്യായത്തിൻ്റെ അവസാനം 14 മുതലുള്ള വചനം, ആ പാരഗ്രാഫ് പറയുന്നത്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ യേശു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുക്കെ പിടിക്കാം. എന്നിട്ട് അടുത്ത് എന്താണ് ദൈവപുത്രൻ്റെ പ്രത്യേകത? നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത്. പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ
ഈ ആഴ്ചയിലെ നമ്മുടെ പ്രധാന തീം പ്രത്യാശയാണ്. പ്രത്യാശ. 4 മെഴുകുതിരിയാണ് ആ റീത്തിൽ. പ്രത്യാശ, വിശ്വാസം, സ്നേഹം, പ്രകാശം, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പ്രത്യാശ. അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം. ക്രൈസ്തവ ധാർമ്മികത പഠിപ്പിക്കുകയും പ്രയോഗിക്കുകയും അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ജോലിയിൽ അജപാലകർ സമർപ്പണവും ദൈവശാസ്ത്രജ്ഞന്മാരുടെ വിജ്ഞാനവും സകല ക്രൈസ്തവരുടെയും സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും സഹായവും സഭയ്ക്ക് ആവശ്യമാണ്. ഏറ്റവും വലിയ സഹായം ഈ മേഖലയിൽ ഇപ്പോൾ നമ്മൾ കേട്ടു. കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ചെന്ന് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, എല്ലാ തലത്തിലുള്ള ആളുകൾക്കായിട്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, ബിഷപ്പ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ദൈവശാസ്ത്രജ്ഞന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അൽമായ നേതാക്കൾക്കും ഇവർക്കെല്ലാം വേണ്ടി നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. ഇവിടെ ക്രൈസ്തവ ധാർമ്മികതയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിലെ നിയമങ്ങളും ആ ഉദ്ധരണികളൊക്കെ നമുക്കറിയാം. എല്ലാം നമുക്കറിയാം, എല്ലാവർക്കും നിയമം അറിയാം. എന്നാൽ ഈ ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ ഒരവസ്ഥയുണ്ട്. അത് വ്യത്യസ്തമാണ്. അതോടൊപ്പം അവരുടെ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അതോടൊപ്പം അവരുടെ ശുശ്രൂഷാ മേഖലകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിച്ചത്. പ്രധാന പുരോഹിതൻ്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. പ്രധാന പുരോഹിതനെ ദൈവം വിളിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ഇടയിൽ നിന്നാണ്, സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിന്ന്. അതുകൊണ്ട് സാധാരണ മനുഷ്യരോട് അവന്, ആ വ്യക്തിക്ക് എളിമയോടെയും സ്നേഹത്തോടെയും കരുണയോടെയും പെരുമാറാൻ, അവരുടെ ബലഹീനതകളെ കണ്ടിട്ട് അവരെ വിമർശിക്കുകയോ അവരെ ക്രൂരമായി, മാർപ്പാപ്പ പറയാറുണ്ട്, കുമ്പസാരക്കൂട് ഒരു പീഡനമുറിയാകരുത്. ചെറുപ്രായത്തിലൊക്കെ നമ്മളിത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നിരുന്നാലും അത് മനസ്സിലാകുന്നത് നമ്മളെല്ലാവരുടെയും ഒരാവശ്യമാണ്. കാരണം ലോകം മുഴുവനും വിശുദ്ധീകരണത്തിൻ്റെ ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായിട്ടില്ല. എന്നാൽ നമ്മൾ പ്രത്യാശിക്കുന്നു അത് പൂർണ്ണമാകും. ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു. ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മുടെ ജീവിതത്തെ രൂപാന്തരീകരിച്ച് വിശുദ്ധീകരിച്ച് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കും എന്ന് അനുദിനം നമ്മൾ പ്രത്യാശിക്കണം. അതാണ് സന്മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും സഹായം സഭയ്ക്ക് ആവശ്യമാണ്. എല്ലാ മനുഷ്യരുടെയും സഹായം. ഇവിടെ നമ്മൾ കഴിഞ്ഞ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഈ കൽപ്പനകൾ സ്നേഹത്തിലുള്ള വിധേയത്വം ആവശ്യപ്പെടുന്നു. അതാണ്, സ്നേഹമാകട്ടെ നമ്മുടെ ലക്ഷ്യം. പൗലോസ്ലീഹയുടെ ആ പ്രസിദ്ധമായ സ്നേഹകാവ്യം, ആ സ്നേഹകാവ്യമാണ് ലോകത്തിൻ്റെ ലിറ്ററേച്ചറുകളിൽ പോലും ഇതുപോലെ
ഒരു ലിറ്ററേച്ചർ ഇല്ല അത്രയ്ക്കും സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചിട്ടുള്ള. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കരിസ്മാറ്റിക് നവീകരണത്തിലേക്ക് വന്ന ആളുകളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. കാരണം എല്ലാ വരങ്ങളും നമുക്കുണ്ട്. പ്രവചനവരമുണ്ട്, കണ്ടോ, ഞാൻ എല്ലാ ദിവസവും പ്രവചിക്കുന്നു. ഭാഷാവരമുണ്ട്, ഞാൻ എപ്പോഴും ഭാഷാവരത്തിൽ സംസാരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രസംഗപരമുണ്ട്. പക്ഷെ ഇതെല്ലാം ഉണ്ടായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത്. എങ്ങനെയല്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ നീ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. സ്നേഹമില്ലെങ്കിൽ ഇതെല്ലാം വെറും ഒരു മുഴക്കം മാത്രമാണ്. അതിലൂടെ ആത്മാവിൻ്റെ പ്രസരണം സംഭവിക്കുന്നില്ല. സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. നമുക്ക് മലകളെ മാറ്റാൻ വിശ്വാസമുണ്ടാകാം, എന്നാൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമല്ല. വലിയ ദാനധർമ്മങ്ങൾ ചെയ്യാം, നമുക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാം, എന്നാൽ അത് സ്നേഹമില്ലെങ്കിൽ അതിൽ യാതൊരു അർത്ഥവുമില്ല. തുടർന്ന് പറയുന്ന 16 കാര്യങ്ങളുണ്ട്. എല്ലാവരും ഓരോന്നോരോന്ന് എടുക്കുക. സ്നേഹം 4 മുതൽ. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, ഉണ്ടോ. 2, സ്നേഹം ദയയുള്ളതാണ്. ഇതിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് എത്ര മാർക്ക്, പുസ്തകമുള്ളവർ വേണമെങ്കിൽ എഴുതിക്കോ, അതിനകത്ത് എത്ര മാർക്ക് നമുക്ക് ഇടണം എന്നൊന്ന് മാർക്കിട്ടോ. ഞാനും ഇതിലൊന്നും ഒരു പൂർണ്ണരല്ല, ആരും പൂർണ്ണരല്ല, എങ്കിലും എത്ര മാർക്ക് കിട്ടുമെന്നൊന്ന് നോക്കണം എന്നുള്ളതാണ്. സ്നേഹം ദീർഘക്ഷമയുള്ളതാണ്, സ്നേഹം ദയയുള്ളതാണ്, സ്നേഹം അസൂയപ്പെടുന്നില്ല, കണ്ടോ. 3. 4, സ്നേഹം ആത്മപ്രശസ്ത ചെയ്യുന്നില്ല, സ്നേഹം അഹങ്കരിക്കുന്നില്ല. 5. 6, സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല. 7, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. 8, സ്നേഹം കോപിക്കുന്നില്ല. 9, സ്നേഹം വിദ്വേഷം പുലർത്തുന്നില്ല. 10, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല. 11, സ്നേഹം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. 12, സ്നേഹം സകലതും സഹിക്കുന്നു. 13, സ്നേഹം സകലതും വിശ്വസിക്കുന്നു. 14, സ്നേഹം സകലതും പ്രത്യാശിക്കുന്നു. 15, സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. 16, സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇത് ശരിക്കും നമ്പറിട്ട് നിങ്ങൾ ഇത് ഓരോന്നിൻ്റെ ആദ്യം സ്നേഹം എഴുതിയിട്ട് നമ്മളെ ഒന്ന് വിശകലനം ചെയ്യുക, ഒന്ന് പരിശോധിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഇതിലെത്ര % നമുക്കുണ്ട്? ഇതെല്ലാ വികാരങ്ങളുടെയും എല്ലാ വികാര പ്രകോപനങ്ങളുടെയും എല്ലാം കാരണം നമ്മളിൽ സ്നേഹത്തിൻ്റെ കുറവാണ്, ദൈവസ്നേഹത്തിൻ്റെ കുറവ്. അപ്പോൾ നമ്മുടെ ധാർമ്മികതയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അധാർമികമായി മറ്റുള്ളവർ പെരുമാറുന്നത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ പൊട്ടിത്തെറിക്കും. പക്ഷേ നമ്മളപ്പോൾ നമ്മുടെ അവസ്ഥ ചിന്തിക്കുന്നില്ല, നമ്മളും അതേ ബലഹീനതയുള്ളവരാണ്. നമ്മൾ ബലഹീനത ഉള്ള മറ്റുള്ളവരെ വിരൽ ചൂണ്ടി കാണിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ മറ്റ് 3 വിരലുകളും നമ്മളെ തന്നെയാണ് ചൂണ്ടുന്നതെന്ന് മനസ്സിലാക്കുന്ന ഇത് എല്ലാവരും പറയാറുള്ളൊരു ഉദാഹരണമാണ്. അപ്പോൾ ഇത് ഭയങ്കര ഒരു വേദനാജനകമായ അവസ്ഥയാണ് ധാർമ്മികതയുടെ കാര്യത്തിൽ. എന്നാൽ ഇന്നത്തെ നമ്മുടെ സംസ്കാരം മറ്റുള്ളവരെ കുറ്റത്തെ പൊളിച്ച് കാണിക്കുക,
അതേസമയം നമ്മുടെ കുറ്റത്തെ കാണാതിരിക്കുക, അങ്ങനത്തെ ഒരു സംസ്കാരത്തിൻ്റെ നടുവിലാണ് നമ്മളിപ്പോൾ. അതാണ് വലിയ കാര്യമെന്ന് എല്ലാവരും ചിന്തിച്ചു പോകുന്നു. മാർപ്പാപ്പയെ വരെ വിരൽ ചൂണ്ടി മാർപ്പാപ്പയിൽ വരെയുള്ള തെറ്റ് കണ്ടുപിടിക്കാൻ വളരെയധികം ആളുകൾക്ക് വലിയ സന്തോഷമാണ്. എന്നാൽ അവരുടെ തെറ്റ് അപ്പോൾ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ സഭയിൽ തന്നെയുള്ള കത്തോലിക്കരായിട്ടുള്ളവരുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രാർത്ഥന വേണ്ടത്. ഇത് ഞാൻ പറയുന്നത്, ഞാനും ഇത് പറയുമ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയാണ് എന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളുടെ മനസ്സിലേക്ക് ഇത് കൊണ്ടുവരാനുള്ള ഒരു വഴി ഇതാണ്. ഈ 16 കാര്യങ്ങളെ നമ്മളൊന്ന് വിശകലനം ചെയ്തിട്ട് അതിലെവിടെയാണ് നമ്മുടെ ഏറ്റവും മാർക്ക് കുറവ് എന്ന് നോക്കണം. ഒരു പക്ഷേ ഒട്ടും ദീർഘക്ഷമയില്ലായിരിക്കാം. അപ്പോൾ എന്ത് വേണം? അവിടെയും സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. ഒട്ടും ദയ തോന്നുന്നില്ല മറ്റുള്ളവരോട്. അവരൊക്കെ നമ്മുടെ സംസാരത്തിലും അവരെക്കുറിച്ച് നമ്മൾ വിമർശിക്കുന്നതെല്ലാം ഈ ദയയില്ലാതെയാണ്. അതിൻ്റെ കാരണം എന്താ? നമ്മളിൽ ദൈവസ്നേഹം കുറവായിട്ടാണ്. അസൂയ, അഹങ്കാരം. ഇത് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ഇനി ഇതിൻ്റെ അവസാനം പറയുന്ന 10ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താ? പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഇതാണ് നമ്മൾക്ക് പ്രത്യാശയ്ക്കുള്ള വലിയ ഒരു കാര്യം. നമ്മൾ ഇങ്ങനെ വിഷമിക്കട്ടെ, ഇതൊക്കെ അവനോട് ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കിയില്ല, അവരൊക്കെ ഭയങ്കര തിന്മ ചെയ്തു പോവും എന്ന് പറഞ്ഞ് നമ്മൾ അവരുടെ പുറകെ നടന്ന് അവരെല്ലാം വളരെ കർക്കശമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ അവർക്ക് വേണ്ടി സ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം സ്നേഹമാണ് അതിൻ്റെ ഏറ്റവും പ്രധാന തത്വം. സ്നേഹം, ആ സ്നേഹം അതാണ്. ചാരിറ്റി ഈസ് ലൈക്ക് ദ ലൈഫ് ലൈൻ. ചാരിറ്റി, സ്നേഹമാണ് അതിൻ്റെ ലൈഫ് ലൈൻ. അപ്പോൾ അങ്ങനെ പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അതാണ് ക്രിസ്തു എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരണം. നമ്മൾ 10 കൽപ്പനകളും പഴയ കൽപ്പനകളെല്ലാം യേശു ക്രിസ്തു തന്നെയാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ആ യേശു ക്രിസ്തു മനുഷ്യനായി പിറന്നിട്ട് നമ്മളോട് പറയാണ്, ആ കൽപ്പനകളെ പൂർത്തീകരിക്കാൻ ഉള്ള സൂത്രം ഞാൻ തരാം. അത് സ്നേഹത്തിലൂടെയാണ്. എല്ലാ കൽപ്പനകളുടെയും എല്ലാ ധാർമ്മികതയുടെയും ലക്ഷ്യം സ്നേഹമാണ്. ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതും ഇവിടെ നമ്മൾ ഇന്നലത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരിക്കൽ മനസ്സിലാക്കി. നമ്മൾ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മളെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമക്കളാണ് നമ്മൾ എന്ന് നമ്മൾ അറിയണം. അപ്പോൾ നമ്മളിൽ ത്രിത്വൈക ദൈവം വസിക്കുന്നു എന്ന് നമ്മൾ അറിയണം. അപ്പോഴാണ് മറ്റുള്ളവരെയും നമുക്ക് അതുപോലെ കാണാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ അവരെ നേരെ തിരിഞ്ഞിട്ട് ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നത്. കാരണം നമ്മൾ അവരിൽ യേശുവിനെ കാണുന്നു, അവരിൽ പരിശുദ്ധ ത്രിത്വത്തെ കാണുന്നു. അപ്പം പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും എന്നതാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ തത്വം. എന്നിട്ട് അതിൻ്റെ അവസാനത്തിലാണ് പൗലോസ് ശ്ലീഹ അവസാനിപ്പിക്കുന്നത്. ഈ ഇപ്പോൾ നമ്മൾ കത്തിക്കുന്ന മെഴുകുതിരികൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ 3. അപ്പോൾ ഇത് 3 3 തിയോളജിക്കൽ വെർച്യൂസ്, 3 ദൈവിക പുണ്യങ്ങൾ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. വിശ്വാസം, അബ്രാഹത്തിന് വിശ്വാസത്തിൻ്റെ ദാനം കൊടുത്തു. തുടർന്ന് അബ്രാഹത്തിന് പ്രത്യാശ കൊടുക്കുന്നു. എന്താ? നിനക്കൊരു കുഞ്ഞുണ്ടാകും. അതാണ് ഇസഹാക്ക്.
ആ പ്രത്യാശ കൊണ്ട് ചിരിച്ചു. പുഞ്ചിരി എന്നാണ് ഇസ്ഹാക്ക് എന്ന വാക്കിനർത്ഥം. പിന്നെ അടുത്ത് ആ ഇസ്ഹാക്കിൽ നിന്നും യാക്കോബ് ഉണ്ടാകുന്നു. ആ യാക്കോബ് സ്നേഹമാണ്. അങ്ങനെ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദൈവം എന്നർത്ഥം. അപ്പോൾ ഇതാണ് ക്രിസ്തീയതയുടെ ഫുൾ ടോട്ടാലിറ്റി. ഈ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ദൈവത്തിൻ്റെ സത്വത്തനിമയായി ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നമ്മളിലേക്ക് വന്നിരിക്കുന്നു. വിശ്വാസം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. പ്രത്യാശ പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. സ്നേഹം ദൈവം തന്നെയാണ് സ്നേഹം. അപ്പോൾ ഇത് നമ്മളിൽ നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ധാർമ്മികതയിൽ ഇങ്ങനെ ഒരു സമതുലന അവസ്ഥ ഉണ്ടാകുകയുള്ളൂ. നമ്മളിൽ കുറവുകളുണ്ടാകാം, മറ്റുള്ളവരിലും കുറവുകളുണ്ടാകാം. എന്നാൽ അതെല്ലാം കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു അവരിലുണ്ട്, ക്രിസ്തു അവരിൽ ജീവിക്കുന്നു. പൗലോസ്ലീഹായുടെ ആ പ്രസിദ്ധമായ വാക്കുകൾ, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. അപ്പോൾ ക്രിസ്തു എല്ലാവരിലും ജീവിക്കുന്നു. ഇനി അടുത്ത സെൻറ്റൻസ് പറയുന്നത് വിശ്വാസവും സുവിശേഷ പരിശീലനവും. ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഇൻവെർട്ടഡ് കോമയിലാണ് അത് എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യുന്നു. വ്യത്യസ്ത രീതിയിലാണ് ഓരോരുത്തർക്കും ഈ അനുഭവം പ്രദാനം ചെയ്തത്. വിശുദ്ധ അല്ലെങ്കിൽ ഇപ്പോൾ ബെനഡിക്റ്റിനോട് ചോദിച്ചു, എത്ര വഴികളാണ് ദൈവത്തിലേക്ക് എത്താൻ എന്ന് പറയുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ പറയുമായിരുന്നത് ഇതാണ്: എത്ര മനുഷ്യരുണ്ടോ അത്രയും വഴികളാണ്. അതാണ് ഓരോ മനുഷ്യരിലും വ്യത്യസ്ത രീതിയിൽ ദൈവാനുഭവം നൽകുന്നു, ദൈവത്തെ കണ്ടെത്താൻ വഴി കാണുന്നു, ദൈവാനുഭവം തരുന്നു. വളരെ വ്യത്യസ്ത രീതിയിൽ, അത്രയ്ക്ക് വിശാലമാണ് ദൈവത്തിൻ്റെ വഴികൾ. അതാണ് വിശ്വാസവും സുവിശേഷ പരിശീലനവും. ഓരോ വ്യക്തിക്കും ഉണ്ടോ, വചനപ്രഘോഷകർക്ക് മാത്രമല്ല, ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യുന്നു. ഈ ക്രിസ്തു അനുഭവത്തിലേക്ക് വരണം. ഫുൾട്ടൻ ഷീൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അത് വായിക്കാത്തവർ അത് വായിക്കണം, നല്ലതാണ്. ഫുൾട്ടൻ ഷീൻ്റെ പ്രസിദ്ധമായ പുസ്തകം. അപ്പോൾ ആ ക്രിസ്തു അനുഭവം നമുക്കുണ്ടാകണം. ആ ക്രിസ്തു അനുഭവം ഉണ്ടാകുന്നത് നിയമത്തിലൂടെ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു തന്നെ നേരിട്ട് നൽകുന്നതാണത്. ക്രിസ്തു വ്യക്തിപരമായി നമ്മളെ സ്നേഹിക്കുന്നു. നമ്മുടെ ചങ്കിൽ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മൾ ഏതൊരവസ്ഥയിലും സ്നേഹിക്കുന്നു. ഏറ്റവും വലിയ പാപിയായിരിക്കുമ്പോഴും സ്നേഹിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് അനുഭവം ഉണ്ടാകുന്നത്. എന്ന് വിചാരിച്ച് എങ്ങനെ നടന്നാലും മതി എന്നുള്ള ഒരു വാക്യം ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. എങ്ങനെ നടക്കാനും സാധിക്കില്ല. കാരണം ഒരു വിശ്വാസിയിൽ ക്രിസ്തു വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്നു, ദൈവത്തിൻ്റെ വചനം വസിക്കുന്നു. അവന് എങ്ങനെയും നടക്കാൻ പറ്റില്ല. അതാണ് കർത്താവാണ് എൻ്റെ ഇടയൻ്റെ ആടുകളാണ് നമ്മൾ. അങ്ങനെ എങ്ങനെയും നടക്കാനും പറ്റില്ല എന്ന് മനസ്സിലാക്കണം. അതാണ് വിശ്വാസത്തിൻ്റെ സ്വരം. വിശ്വാസമില്ലായ്മയുടെ സ്വരമാണ് എങ്ങനെയെങ്കിലും നടന്നാൽ രക്ഷിക്കുമെന്ന് വിചാരിക്കരുത്. ഒരാൾക്കും എങ്ങനെയെങ്കിലും നടക്കാൻ പറ്റില്ല. കാരണം അവരിൽ ദൈവം വസിക്കുന്നു. അവർ ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം അവരെ തക്ക സമയത്ത് നയിച്ചോളും എന്ന് നമ്മൾ വിശ്വസിക്കണം. അതാണ് ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. 33 വർഷം മോനിക്ക പുണ്യവതി പ്രാർത്ഥിച്ചു തൻ്റെ മകന് വേണ്ടി. ഒരിക്കലും പ്രത്യാശ നഷ്ടപ്പെടാതെ തന്നെയായിരിക്കും പ്രാർത്ഥിച്ച് കാണുക.
നമ്മളൊരു ദിവസം കുറച്ച് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴേക്കും മോന് മാനസാന്തരം ഇല്ലായില്ല എന്നുമ്പോൾ നമ്മൾ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്ഷമയോടെ പ്രാർത്ഥിക്കണം, കുറേ നാൾ പ്രാർത്ഥിക്കണം, കുറേ നാൾ തന്നെ പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ വിശ്വാസവും സുവിശേഷ പരിശീലനത്തിൻ്റെയും അവസ്ഥയാണ്. നമ്മൾ ക്രിസ്തുവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാലല്ലേ കാര്യം നടക്കുള്ളൂ. നമ്മൾ ആ വിശ്വാസത്തിലുള്ള കുറവാണ് നമ്മൾ ആദ്യം പരിഹരിക്കേണ്ടത്. ആ കുറവ് പരിഹരിക്കുമ്പോൾ നമ്മളും, നീ ക്രിസ്തുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നീയും നിൻ്റെ മക്കളും നിൻ്റെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കും എന്നത് ആ വചനം മാറുമോ? ആ വചനം മാറുമോ? ഓരോ വ്യക്തിക്കും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ ഒരനുഭവം പ്രദാനം ചെയ്യുന്നു. അവനെ പ്രബുദ്ധനാക്കുകയും ദൈവാത്മാവിനനുസൃതം ദൈവീകവും മാനുഷികവുമായ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്താൻ അവനെ കഴിവുള്ളവനാക്കുകയും ചെയ്യുന്നു. ദൈവാത്മാവിൻ്റെ ജ്ഞാനം, അതാണ് ജ്ഞാനം. ജ്ഞാനം വാതുക്കൽ പതിയിരിക്കുന്നു. ജ്ഞാനം നിന്നെ ഓർത്തിരിക്കുകയാണ്. ജ്ഞാനം സകലതും ക്രമീകരിക്കുന്നു. ജ്ഞാനം ദൈവശക്തിയുടെ ശ്വാസവും സർവശക്തൻ്റെ ശുദ്ധമായ നിസ്സരണവുമാണ്. ധനസമ്പാദനം മനുഷ്യനെ അഭികാമ്യമെങ്കിൽ സകലതും സാധിക്കുന്ന ജ്ഞാനത്തിനുപരി ധനം എന്തുണ്ട്? അതാണ് പ്രബുദ്ധനാകുകയും ദൈവാത്മാവിനനുസൃതം ദൈവീകവും മാനുഷികവുമായ യാഥാർത്ഥ്യങ്ങളെ വിലയിരുത്താൻ അവനെ കഴിവുള്ളവനാക്കുകയും ചെയ്യുന്നു. അങ്ങനെ പണ്ഡിതന്മാരെയും ഉന്നത പദവിയിലുള്ളവരെയും പ്രബുദ്ധരാക്കാൻ വേണ്ടി ഏറ്റവും എളിയവരെ ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. പ്രൈസ് ദ ലോർഡ്. അതാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ചാലക ശക്തി. പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദ ലോർഡ്.